ഇന്നിവിടെ മാങ്ങയുടെ ജ്യൂസ് കൊണ്ടുള്ള ഒരു ഇലയപ്പമാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 മാങ്ങ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ നല്ല ക്രീമായിട്ടൊന്ന് ഇതേ രീതിയിലൊന്ന് അടിച്ചു കൊണ്ടുവരാം. എന്നിട്ട് ഈ ക്രീം നമുക്കൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ക്രീം എടുത്തൊന്ന് മാറ്റി വെക്കുക. ഈ ക്രീം ഇത് മാറ്റി വെച്ചതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിന് ആവശ്യമുള്ളത് തേങ്ങയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചീകി ഇതേപോലെ ഒന്ന് എടുക്കാം. അപ്പോൾ ഇതുപോലെ ചീകി എടുത്തതിന് ശേഷം ഇതും നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഇതുപോലെ സ്റ്റൗവിൽ ഒരു പാത്രം വെച്ചു കൊടുക്കുക. അതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്ന മാങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ മാങ്ങ ജ്യൂസ് ഒന്ന് ചെറുതായി ഒന്ന് ചൂടായി വന്നു കഴിയുമ്പം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട, നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് അല്പം വെള്ളം കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഈ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ വേണം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ മാങ്ങ ജ്യൂസ് നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് നേരത്തെ ചീകി കൊണ്ടുവന്നിരിക്കുന്ന തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം ഇനി ഈ ഒരു തേങ്ങയും അതുപോലെ തന്നെ ആ ഒരു ക്രീമും നല്ലതുപോലെ ഒന്ന് വെന്ത് കുറി വരുന്നത് വരെ വേണം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ഒരു ഇലയപ്പം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. സാധാരണ നമ്മൾ തേങ്ങയും പഞ്ചസാരയും ചേർത്താണ് ഇതിനകത്ത് ഇലയപ്പം തയ്യാറാക്കുന്നത്. എന്നാൽ ഇത് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് മാങ്ങയുടെ ക്രീം കൊണ്ടാണ് ഇന്നിവിടെ ഒരു ഇലയപ്പം ഞാൻ തയ്യാറാക്കി നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പൊ ഇത് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. കാരണം ഇലയപ്പത്തിന് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കേണ്ട ഒരു മസാലയാണ് ഞാനിങ്ങനെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് ഒഴിച്ചു വെക്കുക. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും. അതുപോലെ ഒരു രുചിയും നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. അപ്പോൾ ഈ ഒരു മസാല നമുക്കൊന്ന് മാറ്റി വെക്കുക. അതിനുശേഷം ഇനിയും അട ഉണ്ടാക്കാനുള്ള മാവൊന്ന് കുഴച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/4 കിലോ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒരു കാരണവശാലും അധികമായി പോകാതെ തന്നെ അല്പമായിട്ട് ഒഴിച്ചു വേണം ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇതേ രീതിയിൽ ഒന്ന് കുഴച്ചു കൊടുക്കേണ്ടത്. സാധാരണ നമ്മൾ ഇലയപ്പത്തിനകത്ത് വെച്ചു കൊടുക്കുന്ന മസാല തേങ്ങ ചീകിയതും പഞ്ചസാരയും ഏലക്കയോടെ ചേർത്ത് മിക്സ് ചെയ്താണ് വെച്ചു കൊടുക്കുന്നത്. എന്നാൽ നമ്മളിവിടെ മാങ്ങയുടെ ജ്യൂസ് വെച്ചാണ് ആ ഒരു മസാല തയ്യാറാക്കുന്നത്. ഇപ്പം നമ്മുടെ ആ ഒരു മാവെല്ലാം നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഇലയിലേക്കൊന്ന് പരത്തിയെടുക്കുക. ഇപ്പം ഇതുപോലെ ഒരുപാട് കനം കുറച്ച് പരത്തരുത്, അല്പം കട്ടിയായിട്ട് തന്നെ ഇതുപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയൊന്ന് ഇതേ രീതിയിലൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഇലയൊന്ന് മടക്കി നമുക്കൊന്ന് വെക്കുക. മടക്കി വെച്ചതിന് ശേഷം പിന്നീട് നമുക്കിത് ആവിയിലാണ് ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടത്. അപ്പം ഇതുപോലെ ഒരു 3 അട തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഞാനിവിടെ ഒരു അട തയ്യാറാക്കുന്നത് മാത്രമാണ് കാണിക്കുന്നത്. അപ്പൊ ഇതേപോലെ നല്ലപോലെ നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു 3 അട തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ അട ഇനിയിപ്പം നമുക്ക് ഒരു ആവിയുടെ പാത്രത്തിലേക്ക്, ഞാനിവിടെ എടുക്കുന്നത് ഇഡ്ഡലിക്കുട്ടമാണ് എടുക്കുന്നത്. ഈ ഇഡ്ഡലിക്കുട്ടകത്തിനകത്തേക്ക് നമുക്കിതൊന്ന് വെച്ചു കൊടുക്കുക. വെച്ചു കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് അടച്ച് നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടി കൊണ്ടുപോകാം. അപ്പോൾ വേവിക്കുന്നത് നിങ്ങളെ കാണിക്കുന്നില്ല, വേവിച്ചതിന് ശേഷം ഞാനിത് നിങ്ങളെ കാണിക്കുന്നതാണ്. സാധാരണ നമ്മൾ ഇലയപ്പം തയ്യാറാക്കുമ്പം അതിനകത്ത് വെക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തേങ്ങ ചീകിയതും പഞ്ചസാരയും ഏലക്കായും കൂടി മിക്സ് ചെയ്താണ് വെക്കുന്നത്. ഇവിടെ നമ്മൾ മാങ്ങയുടെ പൾപ്പിനകത്ത് തയ്യാറാക്കുന്ന മസാലയാണ് വെച്ചു കൊടുത്ത് ഇത് തയ്യാറാക്കുന്നത്. കണ്ടില്ലേ, ഇപ്പം നമ്മുടെ ആ ഒരു അടപ്പെല്ലാം അടച്ചതിന് ശേഷം ഇനി ഇത് ആവിയിലൊന്ന് വേവിച്ച് നമുക്ക് കൊണ്ടുവരാം. ഞാൻ ആവിയിൽ വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ മൂടിയൊക്കെ ഒന്ന് തുറന്നു നോക്കുക. കണ്ടില്ലേ, ഇലയപ്പം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിന്റെ ഇലയെല്ലാം കളഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം.